ഹലോ ഗായ്സ്. അപ്പോൾ വയലൻസ് 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 എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എന്താണ് റിയൽ വയലൻസ് എന്ന് കാണിച്ച മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരേ ഒരു മൂവിയാണ് മാർക്കോ. മലയാളത്തിലല്ല, ഇന്ത്യ തന്നെയാണെങ്കിലും ദിസ് ഈസ് ദി ബെസ്റ്റ് ക്ലാസ് മൂവി എവർ. വയലൻസ് ബേസ്ഡ് ആണ് കേട്ടോ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട. വയലൻസിലാണെങ്കിൽ ദിസ് ഈസ് ദി ബെസ്റ്റ് ഐ ഹാവ് എ സീൻ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഇതിന് സമാനമായൊരു പടമാണ് കില്ലിൻ്റെ അത്രയും വന്നില്ലെങ്കിലും നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ ഈ കേരളത്തിൽ, നമ്മുടെ ഈ മലയാളത്തിൽ ഇത്രയും ഒരു പടം ഞാൻ ഈ ജന്മത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇനി ഉണ്ടാവാൻ പോണത് എങ്ങനെയാണെന്ന് പറയുക. കാരണം ഇതിലൊരു സീൻ പോലും ബ്ലറായിട്ട് കാണിക്കുകയോ അങ്ങനെയൊന്നുമില്ല. എല്ലാം ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഓപ്പൺ ആയിട്ട് കാണിക്കുന്ന ഒരു സീൻസ് ആണ് ഇതിൽ മൊത്തം. റിവ്യൂ തുടങ്ങുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഈ പടം കാണാണ്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഇതിൽ ഒരുപാട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. കണ്ടന്റും സീൻസും എല്ലാം ഉണ്ട്. ചൈൽഡ് ഹാംഫുൾ, അതുപോലെ വിമൻ ഹാംഫുൾ, പിന്നെ ആനിമൽ ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഈ പടത്തിൽ. അപ്പോൾ അതെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. ഈ ഒരു ജോണറിലുള്ള പടം ഇഷ്ടപ്പെടുന്നവർ, ജോൺ വിക്കിൽ, അങ്ങനെ പിന്നെ കുറച്ച് ചൈനീസ് മൂവീസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, കില്ലിംഗ് മൂവീസ്, സ്ലാഷർ മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്നവർ മാത്രം കാണാനേ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ് ഈ ഫിലിമിന്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ കഥയെ പറ്റി പറയുവാണെങ്കിൽ, ഒരു സിമ്പിൾ സ്റ്റോറി, സ്ഥിരം നമുക്ക് കാണാറുള്ള സ്ഥിരം ക്ലീഷേ മലയാളം മൂവീസിലുള്ള സ്റ്റോറീസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥ തന്നെയാണ് ഇതിലുള്ളത്. ഒരു പുതുമയായിട്ട് എനിക്ക് ഇതിനൊന്നും ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. ഒരു ഹൈ ക്ലാസ് ഫാമിലി, ആ ഫാമിലിൻ്റെ ലീഗൽ ബിസിനസ് ഹാൻഡിൽ ചെയ്യുന്നവരുടെ ഫാമിലീസ് തന്നെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇറങ്ങുന്ന കുറച്ച് ചതികളും, അതിൽ കൊല്ലുന്നു, അങ്ങനെ അതിന് വേണ്ടി റിവെഞ്ചിന് വരുന്നു. അതൊക്കെ തന്നെയാണ് ഈ മൂവി അപ്പോൾ അതാണ് ഇത് ഈ മൂവിൻ്റെ സ്റ്റോറി. റിവെഞ്ച് ഉള്ളു മെയിൻലി. അപ്പോൾ ഫസ്റ്റ് ഹാഫ് പറയുവാണെങ്കിൽ മുഴുവൻ ഒരു ബിൽഡപ്പിലോട്ടാണ് ഫസ്റ്റ് ഹാഫ് പോണത്. അതേപോലെ ഫസ്റ്റ് ഹാഫ് കൂടുതലും വില്ലന്മാരെ ഫോക്കസ് ചെയ്ത്, വില്ലന്മാരുടെ ഐഡിയാസും ആരെയൊക്കെ നോക്കണം, ആരെയൊക്കെ കൊല്ലണം എന്നുള്ളൊരു പ്ലാനിലാണ് ഫസ്റ്റ് ഹാഫ് മുഴുവൻ പോണത്. സെക്കൻഡ് ഹാഫിലാണ് നമ്മുടെ മാർക്ക് വരുന്നത്. മാർക്ക് ഇതിലൊരു ദത്തുപുത്രനാണ്. ഇവരുടെ ആ ഫാമിലി മെമ്പർ അല്ല, പക്ഷെ ആ ഫാമിലിൻ്റെ ഒരു മെമ്പർ എന്നുള്ളൊരു മെമ്പറിനെക്കാളും വലിയൊരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ആളായിട്ടാണ് മാർക്കോനെ കാണിക്കുന്നത്. പിന്നെ നമുക്ക് ഇത് എടുത്തു പറയേണ്ട കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. ജഗദീഷ് ഏട്ടൻ, സിദ്ദീഖ്, ഇവർ രണ്ടുപേരും ഇതിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിലെടുത്ത് പറയേണ്ടത് നമ്മുടെ ജഗദീഷ് ഏട്ടൻ, മെയിൻ വില്ലൻ എന്നുള്ള റോളാണ് നമ്മുടെ ജഗദീഷ് ഏട്ടനുള്ളത്. അതിലുള്ള പുള്ളീൻ്റെ അഭിനയം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു ഹോളിവുഡ് ലെവലിലോട്ടൊക്കെ വേണമെങ്കിൽ എത്തിക്കാം എന്നുള്ള രീതിയിലാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. കാരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ജഗദീഷ് ഏട്ടൻ്റെ റോളാണെങ്കിലും. പിന്നെ സിദ്ദീഖിൻ്റെ റോളാണെങ്കിലും ലാസ്റ്റ് മൊമെന്റിൽ കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയാണ്. പുള്ളി ചെയ്യണത് ആ ഒരു പ്രായത്തിലും പുള്ളി ചെയ്യാൻ എഫേർട്ടും, രണ്ടുപേരും ചെയ്യാൻ എഫേർട്ട് എനിക്ക് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടി വരും ഈ ഒരു പടത്തിൽ. പിന്നെ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരുപാട് ഇമോഷണൽ സീൻസും കുറച്ച് പഞ്ച് ഡയലോഗ്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് ഹാഫിലല്ല, സെക്കൻഡ് ഹാഫിലും ഉണ്ട് ഇമോഷണൽ സീൻസ്. ഇതിനകത്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും അത് വർക്കൗട്ട് ആക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും അത് മുഴുവൻ വർക്കൗട്ട് ആയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ ആ സീൻസൊക്കെ വർക്കൗട്ട് ചെയ്യിപ്പിച്ചൊരു കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. രവിചേട്ടൻ ചെയ്തേക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് എടുത്തു പറയണം. കാരണം ചില പഞ്ച് ഡയലോഗ്സും അതുപോലെ കുറേ ഇമോഷൻ സീൻസൊക്കെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉള്ളത് കൊണ്ടാണ് ഇത് വിജയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. വിജയിച്ചു എന്ന് ഞാൻ കംപ്ലീറ്റ്ലി പറയണില്ലെങ്കിലും നമുക്കത് കേട്ടിരിക്കുമ്പോൾ ഓക്കെ, ഇറ്റ്സ് ഫൈൻ എന്ന് തോന്നും. ഇറ്റ്സ് ഫൈൻ അല്ലാത്ത കുറച്ച് ഡയലോഗ്സും ഉണ്ട് ഇതിൽ, ഒരാവശ്യമില്ലാണ്ട് പറയണ പോലെ എനിക്ക് തോന്നി. ഓക്കെ, ഒരു മാസ് സീൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ, പക്ഷെ അത് വർക്കൗട്ട് ആയിട്ടില്ല ചിലത്. അപ്പോൾ അങ്ങനെ കുറച്ച് മൈന്യൂട്ട് എറേഴ്സ് എന്ന് ഞാൻ പറയാനുള്ള അങ്ങനെ ഉണ്ട് കുറച്ച് സീൻസൊക്കെ. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫ് നോക്കുവാണെങ്കിൽ, സെക്കൻഡ് ഹാഫ് എനിക്ക് വളരെ ഇഷ്ടപ്പെടും. ഭയങ്കര കൂടുതൽ എൻഗേജിങ് ഇതിൽ സെക്കൻഡ് ഹാഫ് ആണ് മുഴുവൻ. കില്ലിങ്, അതിൽ കൂടുതൽ പറയാനുള്ളത് ഒരു സ്ലേഷർ മൂവി ആയതുകൊണ്ട് വെട്ടും കുത്തും മുറിക്കലും ചോര തെറിക്കലും ഒക്കെയാണ്. ഒരു ബ്ലഡ് ബാത്ത് അല്ലെങ്കിൽ ബ്ലഡ് ഷവർ എന്നൊക്കെ പറയുന്ന പോലെ, ബ്ലഡ് സീൻ എന്നൊക്കെ പറയുന്ന പോലെയാണ് മുഴുവൻ. ചോരയിലാണ് കളി മൊത്തം. ഉണ്ടെങ്കിൽ അപ്പം നോക്കിയാലും ചോരയിലായിരിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആൾ ഓക്കെ ആവും, പിന്നെ ചോരയിലാവും. അങ്ങനെ കുറച്ച് സീൻ. പിന്നെ മൈന്യൂട്ട് എറേഴ്സ് എന്നൊക്കെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് മൊത്തം വെട്ടും കുത്തൊക്കെയാണ്. ഉണ്ണിമൂന്നിനും ഒരുപാട് വെട്ടും കുത്തൊക്കെ കിട്ടുന്നുണ്ട്. സോ നെക്സ്റ്റ് ഡേ ഹീസ് ഓക്കെ. അല്ലാണ്ട് അതിൻ്റെ സൈഡായിട്ട് ലൈക്ക് ഓക്കെ, അവൻ്റെ മുറിവ് ഉണങ്ങണതോ മുറിവ് കെട്ടി വെക്കണതോ ഒന്നും ഇതിൽ കാണിക്കണില്ല. ആകെ ഒരു സീൻ മാത്രമേ കണ്ടുള്ളൂ, അത് സെക്കൻഡ് ഹാഫിലുള്ള ഒരു സീനാണ്. ഉണ്ണിമൂന്നൻ്റെ ഇഞ്ചുറി സ്റ്റിച്ച് ചെയ്യണ ഒരു സീനുണ്ട്. അല്ലാണ്ട് അതിൽ കൂടി ഞാൻ ഒന്നും കണ്ടിട്ടില്ല ഇതിൽ. കാരണം ഒരുപാട് അങ്ങനത്തെ മൈന്യൂട്ട് എറേഴ്സ് ഒക്കെ ഇതിനകത്തുണ്ട്. അതൊന്നും വലിയ കാര്യമായിട്ട് പറയാനില്ല, പക്ഷെ ഞാനത് നോട്ടീസ് ചെയ്യാനുണ്ടായി ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ.
പിന്നെ ഇതിൻ്റെ സ്റ്റണ്ട് എനിക്ക് എടുത്ത് പറയേണ്ടതാണ്. കുറച്ച് എറേഴ്സ് ഉണ്ടെങ്കിലും സ്റ്റണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൽ എടുത്ത് പറയേണ്ട ഒരു സീക്വൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെയറിൽ വെച്ചൊരു ഫൈറ്റ് ഉണ്ട്. അതെനിക്ക് ഗംഭീരമായിട്ട് തോന്നി. ഈ ഒരു മലയാളം മൂവി ഇൻഡസ്ട്രിയിൽ ഇത്രയും അടിപൊളിയായിട്ടൊരു ഫൈറ്റ് സീക്വൻസ് എടുത്തതിൽ അതെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യണം ഇതിൽ. കാരണം ആ ഒരു ക്യാമറമാൻ, ഉണ്ണിമൂന്തൻ, ബാക്കിയുള്ള സൈഡ് ആക്ടേഴ്സ്, കാര്യങ്ങളെല്ലാവരും ഇതിൽ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതിൽ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്തൊരു സീനാണെന്ന് എനിക്ക് തോന്നുന്നു. ഒറ്റ ഷോട്ടിലായിട്ട് പകുതി മുക്കാലും പോകണുണ്ട് അതിനകത്ത്. അത് ഗംഭീരമായിട്ട് എനിക്ക് തോന്നി ആ ഒരു ഇടിയാണെങ്കിൽ. പിന്നെ ചെറിയ ചെറിയ എറേഴ്സേ ഉള്ളൂ. എറേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ലൈക്ക് ഒരു വൺ മാൻ ആർമി അല്ലെങ്കിൽ ഒരു 100 പേര് ഇടിച്ചിടുന്നു. അറിയാമല്ലോ എങ്ങനെയാണ്. അപ്പോൾ 100 പേരുള്ള സമയത്ത് ഇതിൽ എല്ലാവരും കൂടി വരാണ്ട് 1 by 1 ആയിട്ട് വന്നൊരു സ്ഥിരം ഫൈറ്റ് സീൻ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യം ഏതൊരു മൂവിയിലാണെങ്കിലും. അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് വേണം. ഇത് അങ്ങനെയല്ല. 1 by 1 അടുത്ത ആൾ വരട്ടെ ഇടിച്ചിട്ട്, രണ്ടാമത്തെ ആൾ വരട്ടെ ഇടിച്ചിട്ടു, മൂന്നാമത്തെ ആൾ വരട്ടെ ഇടിച്ചിട്ടു. അത് തന്നെ ഇതിൽ ഫോളോ അപ്പ് ചെയ്യണം. പക്ഷെ അത് എടുത്ത് വെച്ചേക്കണം അടിപൊളിയാണ്. ഒരുപാട് സ്ലോമോ കാര്യങ്ങളൊക്കെ മൂവീസിലുണ്ട്. അതും അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. പിന്നെന്താ പറയാ, പിന്നെ ഒരുപാട് കുത്തിക്കയറ്റിയ പോലെ എനിക്ക് തോന്നി. വെട്ടും കുത്തൊക്കെ ഇച്ചിരി ഓവറാണ്. ഓവറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയലൻസ് മൂവിയിൽ റിയൽ വയലൻസിനകത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചിലതൊക്കെ അയ്യോ എന്ന് വേണമെങ്കിൽ തോന്നിപ്പോവാം. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തോട്ടോ. അതുകൊണ്ട് പറഞ്ഞു. പിന്നെ പ്രത്യേകിച്ച് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഇതിൽ. പിന്നെ ഡയറക്ഷൻ വയലൻസിന് നോക്കുവാണെങ്കിൽ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഇച്ചിരി ഓവറാണെങ്കിൽ അടിപൊളിയാണ്. കഥ ഒരു ആവറേജ് ആണ്. അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. പിന്നെ കാസ്റ്റിംഗ് ഓക്കെ, എല്ലാം ഫൈനായിട്ട് എനിക്ക് തോന്നി. ഇതിൽ എനിക്ക് ഏറ്റവും ഞങ്ങളുടെ തിയേറ്റർ മൊത്തം ഇരുന്ന് ചിരിച്ചൊരു സീനുണ്ട്. കോമഡി അല്ല, പക്ഷെ ഒരു സീരീസിൽ പറയണേ സംഭവം ഇത്രേ ഉള്ളൂ. വില്ലന്മാരെ ഇടിച്ചിട്ട് കഴിഞ്ഞ് നമ്മുടെ ഉണ്ണിമൂന്തന്റെ മാർക്കോന്റെ ഒരു കൂട്ടാളിന്റെ കൈ മുറിച്ച് കളയും. ഇല്ല, തുടക്കം തന്നെ അതാണ് കാണിക്കുന്നത്. തുടക്കമല്ല, സെക്കൻഡ് ഹാഫിൽ ഒരു സീനാണ്. മുറിച്ച് കളഞ്ഞിട്ട് ഉണ്ണിമുന്തൻ വില്ലനെ കൊല്ലാണ്ട് അവൻ എടുത്തുകൊണ്ടേ നമ്മുടെ വണ്ടിയിലിരുത്തിയിട്ട് ഉണ്ണിമുന്തൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ്? നിനക്ക് വേദന ഉണ്ടോന്ന്. ഞാൻ ചിരിച്ചിരിച്ച് അങ്ങനത്തെ കുറച്ച് ചിരി വന്ന ഡയലോഗ്സ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞ കുറച്ച് ഡയലോഗ്സൊക്കെ വേണ്ടായിരുന്നു. അല്ലെങ്കിൽ അവിടെ കുറച്ചും കൂടി അടിപൊളിയാക്കായിരുന്നു. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടി ഉള്ളതുകൊണ്ടാണ് അതൊക്കെ ഇച്ചിരി കൂടി പിടിച്ചു നിൽക്കുന്നത് ആ സീനൊക്കെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിരിച്ചു പോയി ആ സീൻ കണ്ടാഞ്ഞപ്പോൾ. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പടം അടിപൊളിയാണ്. പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം ഈ മൂവി. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ സൗണ്ടും ആ ഒരു വിഷ്വൽ എഫക്റ്റും കാര്യങ്ങളൊക്കെ തിയേറ്ററിൽ നിന്ന് കണ്ടാലേ നിങ്ങൾക്ക് എന്തായാലും കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും പറയുക, പടം ഇച്ചിരി സീനാണ്. ഒരു സോഫ്റ്റ് ഗാർഡ് പേഴ്സൺസ് ഒന്നും കാണാതിരിക്കാൻ നോക്കുക. ഓക്കെ, ഇങ്ങനത്തെ മൂവീസ്, ഇങ്ങനത്തെ ഒരു ജോണർ മൂവീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ മാത്രം കാണുക. കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം കമന്റ്സിൽ കൊടുക്കുക. വീഡിയോ കണ്ടൊരു സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.